വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി പല്ലടൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ഭാഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് പല്ല് വരുമ്പോൾ നടത്തുന്ന ഒരു ചടങ്ങാണ് പല്ലട വെക്കൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ 9 മാസമായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല്ലട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ആണ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറി വെക്കുന്ന ഈ ഒരു കടലാണ് എടുത്തിരിക്കുന്നത്. ഇത് തലേ ദിവസം നന്നായിട്ട് കുതിർത്തി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു പരുവത്തിലാക്കി വെക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഈ ഒരു കടലപ്പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പൂടെ, ഒരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഇത് കൂടുതലായി വെന്ത് ഉടഞ്ഞു പോയരുത്, എന്നാൽ തന്നെ വേവാതിരിക്കുകയും ചെയ്യരുത്. അപ്പം കടലപ്പരിപ്പ് ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോയും മിസ്സായി പോയിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡോ ആണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്നാണ് കുഴച്ചെടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക. പക്ഷേ ചപ്പാത്തിയുടെ അത്ര തന്നെ വലിപ്പമൊന്നും വേണ്ട. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയാൽ മതി. നമ്മൾ സാധാരണ അടക്കൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തി കൊടുക്കുക. ഇപ്പം നമ്മൾ മാവ് പൂരിയുടെ ഒക്കെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1.5 സ്പൂണോളാണ് ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലാവാതെ ശ്രദ്ധിക്കണം. നമ്മളിത് മടക്കിയെടുക്കുമ്പോൾ ഫില്ലിങ്സൊക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നോർമലി അടിയൊക്കെ മടക്കിയെടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു വിരൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റത്തൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ളിലത്തെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് ചാടി പോരില്ല. ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് മുഴുവനായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പല്ലടയാണല്ലോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പല്ലിൻ്റെ ഒക്കെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അട മുഴുവനായിട്ട് ഞാനത് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിലോട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അട ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പല്ലട മുഴുവനായിട്ട് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടായിരിക്കുക. പുറമെ കുറച്ച് ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. താങ്ക് യു.